ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കുട്ടികളെ കുറിച്ച് സ്വല്പം ചിന്തിക്കാം. എങ്ങനെയാണ് കുട്ടികളെ നമ്മൾ കരുതേണ്ടത്, അവരുടെ മനസ്സിനെ എങ്ങനെയാണ് നമ്മൾ ഭദ്രമാക്കേണ്ടതെന്ന് നമുക്ക് സ്വല്പം ചിന്തിക്കാം. മഹാനായ സോക്രട്ടീസ് ഇപ്രകാരം പറഞ്ഞു വെച്ചിരിക്കുന്നു: അഥേന പൗരന്മാരെ, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ കല്ല് പോലും തേച്ചുരുട്ടി കാശുണ്ടാക്കുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നിങ്ങൾ അവഗണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിന്തിച്ചു നോക്കാം. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അവഗണിക്കുന്നുണ്ടോ? അവർക്ക് കൊടുക്കേണ്ടതായ സ്നേഹം നമ്മൾ കൊടുക്കുന്നുണ്ടോ? നമുക്ക് ചിന്തിച്ചു നോക്കാം. നമ്മൾ നല്ല ഭക്ഷണം അവർക്ക് കൊടുക്കുന്നുണ്ടായിരിക്കാം, വസ്ത്രങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കാം, എന്നാൽ അവർക്ക് സ്നേഹം കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? കുട്ടികൾക്ക് ആവശ്യമായ ഒരു കാര്യമാണ്, പ്രിയപ്പെട്ടവന് ഏറ്റവും വലിയ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സ്നേഹം കിട്ടുക എന്നുള്ളത്. മാതാപിതാക്കളുടെ സ്നേഹം കിട്ടുക എന്നുള്ളത് കുട്ടികളുടെ ഒരു ആവശ്യം. അത് വേണ്ട വിധത്തിൽ നമുക്ക് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, കുട്ടികളെ സ്നേഹിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യും. കുട്ടികളെ സ്നേഹിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടോ? നമ്മൾ അവരെ കേൾക്കുന്നുണ്ടോ? അവർക്ക് പറയാൻ, അവരുടെ കാര്യങ്ങൾ, നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? അവരെ ഒന്ന് തലോടുവാൻ, അവരെ ഒന്ന് ചുംബിക്കാൻ, അവരുടെ അടുത്തിരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നു. നമ്മൾ കുട്ടികളെ സ്നേഹിക്കുന്നു എന്ന് അവർക്ക് ബോധ്യമാകും. അവർക്ക് ബോധ്യം വരണം നമ്മൾ കുട്ടികളെ സ്നേഹിക്കുന്നുണ്ട് എന്ന്. കുട്ടികളുടെ ആവശ്യം നമ്മുടെ നിഷ്കളങ്കതയും നിസ്വാർത്ഥതയുമായിട്ടുള്ള സ്നേഹമാണ്. സമ്പത്ത് ധാരാളമുള്ള മാതാപിതാക്കൾ കുട്ടികളെ സ്നേഹിക്കുന്നതിന് പകരം അവർക്ക് കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും വാങ്ങിക്കൊടുക്കും. കൂടാതെ അവർക്ക് പോക്കറ്റ് മണിയായിട്ട് പൈസയും കൊടുക്കും. അവർക്ക് കുട്ടികളെ സ്നേഹിക്കാൻ സമയമില്ല. കാരണം അവർ ലോകത്തിൻ്റെതായ രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുക, ധനവാന്മാർ. കുട്ടികളെ സ്നേഹിക്കാൻ സമയമില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പോക്കറ്റ് മണി കൊടുക്കുന്നതും വസ്ത്രങ്ങൾ ധാരാളം വാങ്ങിക്കൊടുക്കുന്നതും പുറത്തു കൊണ്ടുപോയി ഭക്ഷണം ധാരാളം വാങ്ങിക്കൊടുക്കുന്നതും എല്ലാം ഗുണത്തിനേറെ ദോഷമേ കൊടുക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അമ്മയുടെ മുലപ്പാൽ നുണയുമ്പോൾ ഒരു ശിശു അമ്മയുടെ സ്നേഹം ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ കുട്ടികൾക്ക് അമ്മയുടെ മുലപ്പാലിന് പകരം അമുൽ പാലാണ് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നത് അമ്മയുടെ സ്നേഹവും വാത്സല്യവും കിട്ടുന്നതിന് പകരം, തലോടലിന് പകരം, ചുംബനത്തിന് പകരം, മടിയിൽ ഇരുത്തുന്നതിന് പകരമെല്ലാം അവർക്ക് കിട്ടുന്നത് ഇപ്പോൾ ആയമാരുടെ അടിയും അവരുടെ ദേഹോപദ്രവവുമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർ ക്രിമിനൽ സ്വഭാവമുള്ളവരായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. ഈശോ ശിശുവിനെ ജനങ്ങളുടെ മധ്യേ നിർത്തിയിട്ട് പ്രകാരം പറഞ്ഞു, നിങ്ങൾ ശിശുവിനെ പോലെയാകണമെന്ന് ഈശോ കൽപ്പിക്കുകയാണ്. വലിയ തിരക്കുള്ള ഒരു ബിസിനസ്സുകാരൻ, വലിയ തിരക്കുള്ള വ്യക്തിയാണ്. അയാൾ നേരം ഇരുട്ടി അയാളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. അയാളുടെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം സാധിച്ചതിന് ശേഷം അദ്ദേഹം അന്നത്തെ ദിനപത്രവും എടുത്ത് ചാരികസേരയിലേക്ക് കിടന്നുകൊണ്ട് അദ്ദേഹം പത്രം വായിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ 4 വയസ്സുള്ള കുട്ടി, ഒന്നും അറിയാത്ത കുട്ടി, അപ്പന്റെ സ്നേഹം ആസ്വദിക്കാൻ ആഗ്രഹിച്ച് അപ്പന്റെ അടുക്കലേക്ക് വന്ന കുട്ടി അപ്പനെ തോണ്ടുന്നു, തലോടുന്നു, ഉമ്മ വയ്ക്കുന്നു. ശല്യം സഹിക്കവയ്യാതെ അപ്പൻ കുട്ടിയെ അപ്പന്റെ അടുക്കൽ നിന്നും മാറ്റിയെടുക്കുവാൻ ഒരു ഉപായം കണ്ടെത്തുകയാണ്. അതായത്, അദ്ദേഹം വായിച്ചു കൊണ്ടിരുന്ന പത്രത്തിൽ ഭൂമിയുടെ ഒരു വലിയ ചിത്രം, ഭൂഗോളത്തിന്റെ ഒരു വലിയ ചിത്രം കണ്ടു. അദ്ദേഹം ആ ചിത്രം കീറിയെടുത്തിട്ട് പല കഷണങ്ങളാക്കി ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. ആ കുട്ടിയോട് എന്നിട്ട് പറഞ്ഞു, മോനെ, നീ ഈ ഭൂഗോളം ഇതുപോലെ തന്നെ നീ ഇതിന്റെ പഴയ പടിയിലാക്കിക്കൊണ്ട് വരണം. അങ്ങനെ നീ ആക്കിക്കൊണ്ടുവന്നാൽ നിനക്ക് ഞാൻ ധാരാളം മിഠായികൾ വാങ്ങി. ആ കുട്ടിക്ക് സന്തോഷമായി. ആ കുട്ടി ആ പേപ്പർ കഷണങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി ആ ഭൂഗോളം ഉണ്ടാക്കുവാനുള്ള തിരക്കി. അദ്ദേഹത്തിന് മനസ്സിലായി, ഈ കുട്ടിക്ക് ഭൂഗോളത്തെ കുറിച്ചൊന്നും അറിയത്തില്ല, അവനെ കൊണ്ട് അത് അതേ രീതിയിൽ, പഴയ രീതിയിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി.
അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ കീറിക്കൊടുത്തത്. ആ കുട്ടിയെ തൻ്റെ അടുക്കൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു. സ്നേഹം കൊടുക്കുവാൻ അദ്ദേഹത്തിന് സമയമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തെ അമ്പരിപ്പിച്ചുകൊണ്ട് ആ കുട്ടി അല്പസമയത്തിനുള്ളിൽ തന്നെ ആ പൂഗോളം പഴയ രീതിയിലാക്കി ആ ഡാഡിയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഡാഡി അതിശയപ്പെട്ടു. മോനെ, നിനക്ക് ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, പപ്പ, ഈ ഭൂഗോളത്തിന്റെ മറുവശത്തായിട്ട് ഒരു കുട്ടിയുടെ മുഖമുണ്ടായിരുന്നു. ആ കുട്ടിയുടെ മുഖം ഞാൻ ശരിയാക്കിയപ്പോൾ ഈ ഭൂഗോളവും കറക്റ്റായിട്ട് അത് കൃത്യമായിട്ട് ശരിയായി എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിക്കണം. അതായത് കാരണം ആ കുട്ടിയുടെ സ്നേഹം നമ്മൾ മനസ്സിലാക്കണം. അപ്പനോടുള്ള സ്നേഹം കൊണ്ട് അപ്പൻ തനിക്ക് ഒത്തിരി മിഠായികൾ വാങ്ങിത്തരുമല്ലോ എന്നുള്ള ആ അപ്പന്റെ ആ വാക്ക് വിശ്വസിച്ച് കുട്ടി അതിന് പറ്റുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് ആ ഭൂഗോളം റെഡിയാക്കി കൊണ്ടു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹം ഹൃദയത്തിലൂടെ വെളിപ്പെടുത്തി കൊടുക്കണം. ഹൃദയത്തിലൂടെ അവർക്ക് കുട്ടികൾക്ക് വ്യക്തമാക്കി കൊടുക്കണം. ഒരു സ്കൂളിലെ ഒരു അധ്യാപിക ആ സ്കൂളിലെ കുട്ടികൾക്ക് ഒരു ഉപന്യാസം രചിക്കുവാനായിട്ട് ഒരു വിഷയം കൊടുത്തു. വിഷയം ഇതായിരുന്നു: നിങ്ങൾ വീട്ടിലെ ഏത് ഗൃഹോപകരണം ആകാനാണ് ആഗ്രഹിക്കുന്നത്? കാരണം വ്യക്തമാക്കണം. അപ്പോൾ ഓരോ കുട്ടികളും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉപന്യാസങ്ങൾ രചിച്ചു. അതായത് അവർ വളർന്നു വന്ന വീട്ടിലെ അന്തരീക്ഷത്തിന്റെയും അവിടെ നിന്ന് കിട്ടിയ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അവർ ഉപന്യാസങ്ങളെ രേഖപ്പെടുത്തുന്നത്, ഉപന്യാസങ്ങൾ എഴുതി. ഒരു ബുദ്ധിമതിയായ ഒരു കുട്ടി ഇപ്രകാരം പറഞ്ഞു: എനിക്ക് വീട്ടിലെ ഒരു ടി വി സെറ്റ് ആയാൽ മതി. എനിക്ക് വീട്ടിലെ ഒരു ടി വി സെറ്റ് ആയാൽ മതി എന്ന ഒരു പെൺകുട്ടി എഴുതി, ഉപന്യാസത്തിൽ എഴുതി. അവൾ ആഗ്രഹിച്ചു, അതായത് ഒരു ടി വി സെറ്റ് ആകുകയാണെങ്കിൽ എൻ്റെ അപ്പനും അമ്മയും എന്നെ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കും. ഒരു നല്ല സ്ഥലത്ത്, അത് ഒരു കുഴപ്പവും പറ്റാത്ത സ്ഥലത്ത് സൂക്ഷിച്ചു വയ്ക്കും. അവിടെയായിരിക്കും എൻ്റെ ഇരിപ്പ്. ടി വി സെറ്റായിരുന്നാൽ എൻ്റെ മാതാപിതാക്കൾ വളരെയേറെ സമയം എന്നെ ശ്രദ്ധിച്ച് എൻ്റെ അടുക്കൽ സമയം ചെലവഴിക്കും. ഭക്ഷണം പോലും കഴിക്കാതെ അവർ എന്നെ നോക്കിക്കൊണ്ടേയിരിക്കും. എന്നെക്കുറിച്ച് വളരെ ശ്രദ്ധാലുക്കളാണ്. അഴുക്കും ചെളിയും പൊടിയും ഒന്നും പറ്റാതെ അവർ എന്നെ ഭംഗിയായിട്ട് സൂക്ഷിക്കും. മാറാല പറ്റാതെ അവർ എന്നെ സൂക്ഷിക്കും. വളരെ ഉത്സാഹത്തോടും കരുതലോടും കൂടെ അവർ എന്നെ ശ്രദ്ധിച്ച് കേൾക്കും. ശരിയായി കേൾക്കാൻ പാകത്തിൽ അവർ എന്നെ സജ്ജമാക്കും. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റാരെങ്കിലും സംസാരിക്കുകയോ ശബ്ദമുണ്ടാക്കുകയോ ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കാൻ പറയും. അവർ എന്നോട് മുറിക്ക് പുറത്തേക്ക് പോകാനോ ഞാൻ ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോയി കിടക്കാനോ അവർ എന്നോട് പറയുകയും പ്രോഗ്രാം തീരുന്നതുവരെ ഞാൻ അവിടെ തന്നെ ഇരിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു CV സെറ്റ് ആകാൻ ആഗ്രഹിക്കുന്നു എന്ന് ആ കുട്ടി തൻ്റെ ഉപന്യാസത്തിൽ രേഖപ്പെടുത്തി വെച്ചു. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ആ കുട്ടി അങ്ങനെ എഴുതാൻ കാരണം? തൻ്റെ ഉപന്യാസം അങ്ങനെ എഴുതാൻ കാരണം അപ്പൻ്റെയും അമ്മയുടെയും കരുതലും സ്നേഹവും കിട്ടാത്തത് കൊണ്ടല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പൻ്റെയും അമ്മയുടെയും യഥാർത്ഥമായ സ്നേഹം ആ കുട്ടിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് കുട്ടി ആ വീട്ടിലെ ഒരു TV സെറ്റെങ്കിലും ആയാൽ മതി എന്ന് ചിന്തിച്ചു. ഒരു TV സെറ്റ് ആയാൽ അതിനെ കാര്യമായിട്ട് ചിന്തിക്കും. അവർ അതിൻ്റെ അടുക്കലേക്ക് എപ്പോഴും ഓടി വരും, അതിലെ പരിപാടികൾ ശ്രദ്ധിക്കും, നോക്കും എന്നെല്ലാം അവർക്കറിയാം. ആ കുട്ടിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് കുട്ടി പറഞ്ഞു, എനിക്ക് ഒരു TV സെറ്റ് ആയാൽ മതി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കണം. മക്കൾക്ക് വേണ്ട സ്നേഹം നമ്മൾ കൊടുക്കണം. മക്കൾക്ക് കൊടുക്കേണ്ടതായ സ്നേഹം നമ്മൾ അവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. കൊടുത്തില്ല എങ്കിൽ അവരിലേക്ക് തെറ്റായ ചിന്തകൾ കടന്നു വരും. ഒരു അപ്പൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് കണ്ടാണ് മകൻ വളരുക. ഒരു അമ്മ എങ്ങനെ ജീവിക്കുന്നു എന്ന് കണ്ടാണ് മകൾ വളരുക. അപ്പൻ അമ്മയോട് ചീത്ത പറഞ്ഞാൽ ആ മകൻ വളർന്നു വരുമ്പോൾ അവൻ ചിന്തിക്കും, എൻ്റെ ഭാര്യയോട് ഞാൻ ഇപ്രകാരം ചെയ്യും. മകൾ ചിന്തിക്കും, എൻ്റെ അമ്മ അപ്പനോട് ഇപ്രകാരം പറയുന്നു, ഞാൻ എൻ്റെ ഭർത്താവിനോട് ഇപ്രകാരം ചെയ്യും.
വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പഠിച്ചാണ് പ്രിയപ്പെട്ടവരെ ഓരോ മക്കളും കുട്ടികളും വളർന്നു വരിക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മക്കൾക്ക് സ്നേഹം കൊടുക്കുന്ന സമയത്ത് നമ്മൾ സ്നേഹം കൊടുക്കണം. സ്നേഹം കൊടുത്ത് വളർത്തിയാലേ അവർ നല്ല മക്കളായിട്ട്, ഭാവിയിലെ നല്ല മക്കളായിട്ട് വളർന്നു വരികയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, എല്ലാ മക്കളെയും നല്ല സ്നേഹത്തിൽ വളർത്താൻ എല്ലാ മാതാപിതാക്കൾക്കും കൃപ നൽകണമേ. ആമേൻ.